ഇവിടെ സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു, അതിന് ആൻസർ ചെയ്തു. ഇന്ന് അവിടെ അതിൻ്റെ ഒരു വലിയ സാമൂഹ്യ ദുരന്തം എന്നുള്ളത് ഇന്ന് ലൈംഗിക ശാസ്ത്ര പഠനങ്ങളെന്നും അതേപോലെ ആരോഗ്യ പഠനങ്ങളെന്നെല്ലാം പറഞ്ഞിട്ട് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന മാഗസിനുകളും കാര്യങ്ങളുമല്ല. ഇതിലൊരു തെറ്റില്ല, അഥവാ അതൊരു അപകടമല്ല എന്ന രൂപത്തിൽ കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന തലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപകടകരമായൊരു തലം. അതിന് സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കച്ചവടത്തിൻ്റെ ഒരു തലമുണ്ട്. സ്വാഭാവികമായും വേറെ ഏതൊക്കെയോ സ്ത്രീകളുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആരിസ് സൂചിപ്പിച്ചതുപോലെ ശരീരത്തെ അതിന് പര്യാപ്തമായ രൂപത്തിൽ ലൈംഗിക ആസക്തിയുള്ള ശരീരത്തെ ഉണർത്തുവാൻ വേണ്ടി മനസ്സിൽ മറ്റു സ്ത്രീകളുടെ അനർഹരായ ആളുകളുടെ ചിത്രങ്ങൾ കാണുകയും അങ്ങനെ ശരീരം ഉത്തേജിതമാവുകയും ചെയ്തിട്ടാണ് ഈ സ്വയംഭോഗം നടക്കുന്നത്. അങ്ങനെ നടന്നാൽ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, മനസ്സിൽ അവർ പ്രതിഷ്ഠിച്ച തലങ്ങളിൽ ഉള്ള സ്ത്രീയെക്കുറിച്ചുള്ള ചിത്രം മനസ്സിൽ സ്ഥായിയായി തീരുകയും വരുന്ന ഇണയെ അതുമായി താരതമ്യം ചെയ്ത് അതുമൂലം ഉണ്ടാകുന്ന ആ താരതമ്യം കൊണ്ടുണ്ടാകുന്ന വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആണ് ഒന്ന്. രണ്ടാമത്തേത്, ലൈംഗികാവയവം നിരന്തരമായി സ്പർശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആ സ്പർശം വഴി ലൈംഗികാവയവത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വഴി യഥാർത്ഥത്തിലുള്ള ലൈംഗിക ജീവിതത്തിൽ സംതൃപ്തമായ ബന്ധം പുലർത്താൻ കഴിയാത്ത രൂപത്തിൽ നടന്നു പോകുന്ന ശാരീരിക ബന്ധത്തിന്റെ അവസാനപാട് അതിലെ മറ്റൊരു തലം. ശീഘ്രസ്ഖലനത്തെ പോലെയുള്ള പ്രീമച്വർ എജാക്കുലേഷനെ പോലെയുള്ള പ്രശ്നങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കാരണം തേടിച്ചെന്നാൽ നമ്മൾ കാണുക ഇത്തരം ലൈംഗിക വൈകൃതങ്ങളിലാണ്. പക്ഷേ നമ്മുടെ ലൈംഗിക ശാസ്ത്ര പഠനങ്ങളും പഠനക്കാരും നമ്മുടെ ആരോഗ്യശാസ്ത്ര മാസികകളുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കള്ളം ആ രംഗത്തുള്ളത് കൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അത് കളവാണ്, അത് ഇവരുടെ കച്ചവടത്തിന്റെ ഭാഗമാണ്. വിവാഹമാകുമ്പോഴേക്ക് ലൈംഗികമായി അസംതൃപ്തരായി ആളുകൾ മാറണം എന്നുള്ള രൂപത്തിലാണ് മുതലാളിത്തം കാര്യങ്ങൾ നീക്കുന്നത്. അതുവഴി നിങ്ങളെ ആ ഒരു രംഗത്ത് കച്ചവടവൽക്കരിക്കാൻ നമ്മെ വളരെ സമർത്ഥമായി ഉള്ള കെണികൾ ഉണ്ടാക്കിയാണ് ആ രംഗത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രംഗം അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കണം. നമുക്ക് സ്വയംഭോഗത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. അതിലേക്ക് കടന്നു പോയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യൂല എന്ന് തീരുമാനിക്കുക, ആവർത്തിക്കാതിരിക്കുക. ചെയ്യാൻ കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവർ അത്തരം ലൈംഗിക പരീക്ഷണങ്ങൾ ഇണയുമായിട്ടേ ഉണ്ടാകൂ എന്ന് നിർബന്ധമായും കരുതുക. ഇവിടെ ചില ആളുകൾ ചില പണ്ഡിതന്മാരുടെ ഫത്വകൾ എടുത്ത് പറയാറുണ്ട്. ആ ഫത്വകൾ ഈ നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ഒരു വ്യഭിചാരത്തിന്റെ തലത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിൽ ഇത് അനുവദിക്കപ്പെടുന്ന ഒരു തലം ചില ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അത്തരം ആളുകൾ പോലും വിവാഹിതരായ ആളുകൾ തൻ്റെ സ്വന്തം ഇണയുമായി അകന്നു നിൽക്കുകയും മാസങ്ങളോളം ഇണയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയും മറ്റൊരു വിവാഹം ഈ സമയത്ത് സാധ്യമാകാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ഇണയ മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വയംഭോഗത്തെക്കുറിച്ച് മാത്രമേ അത്തരം ആളുകൾ പോലും അത്തരം സന്ദർഭത്തിൽ വലിയൊരു തിന്മയിലേക്ക് പോകാതിരിക്കാൻ ഇത് അനുവദനീയമാകുമെന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. അതുപോലും ശരിയല്ല എന്നാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും വിശേഷിച്ചും സലഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം.